നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വിശാഖ നക്ഷത്രം തുലാം വൃശ്യം കൂറുകളിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. തുലാക്കൂറിൽ ആദ്യത്തെ 3 പാദങ്ങളും വൃശ്യക്കൂറിൽ അവസാനത്തെ പാദവുമാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് സംജാതമാകുക. ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതാണ്. തൊഴിൽ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കുന്നതാണ്. ചിട്ടി, നറുക്കെടുപ്പ്, ഇൻഷുറൻസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭം കൂടുതലായി ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ സാമർഥ്യം ഉണ്ടാകുന്നതാണ്. അന്യദേശവാസവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രവാസികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന തൊഴിൽ പ്രശ്നങ്ങളൊക്കെ പരിഹൃതമാകുന്നതാണ്. 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. വേണമോ വേണ്ടയോ എന്ന ചിന്ത വലച്ചേക്കാം. ഫ്ളാറ്റ്, വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. നാട്ടിലെ വസ്തുവൊക്കെ വിൽക്കാനുള്ള സാഹചര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. വൃശ്യക്കൂറുകാർക്ക് വീട്ടിൽ സമാധാന അന്തരീക്ഷം കുറയുന്നതാണ്. വാടക വീടൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ വൃശ്യക്കൂറുകാർക്കുണ്ട്. മക്കളുടെ കാര്യത്തിൽ ശാഠ്യശീലങ്ങളൊക്കെ വൃശ്യക്കൂറുകാരായിട്ടുള്ളവരെ വിഷമിപ്പിച്ചേക്കാം. ബന്ധുക്കളുമായി ചില വിരോധങ്ങളും ഉണ്ടാകാം. സ്വാശ്രയമായി തൊഴിലിൽ മുന്നേറ്റം മെല്ലെയാകുന്നതാണ്. അനുരാഗ കാര്യങ്ങളൊക്കെ മുട്ടിടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. തുലാക്കൂറിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങളും സന്താന ഭാഗ്യവും വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പം പുരോഗതിയും ഉണ്ടാകുന്നതാണ്. എന്നാൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്കുള്ള യോഗമുണ്ട്. ശേഷം 2ാം പകുതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും വർഷത്തിന്റെ 2ാം പകുതിയിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. വിശാഖ നക്ഷത്രക്കാർ ജനിക്കുന്നത് വ്യാഴദശയിലാണ്. ഏകദേശം 8 വയസ്സുവരെ വ്യാഴദശയാണെന്ന് കണക്കുകൂട്ടി മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 27 വയസ്സുവരെ ശനിദശയും 44 വയസ്സുവരെ ബുധദശയും 51 വയസ്സുവരെ കേതുർദശയും 71 വയസ്സുവരെ ശുക്രദശയുമാണ്. 2026 വിശാഖ നക്ഷത്രക്കാർക്ക് ശനിദശ, കേതുർദശ എന്നീ ദശാകാലങ്ങളുള്ളവർക്ക് കൂടുതൽ അനുകൂലപ്രദമാണ്. മറ്റ് ദശാകാലങ്ങൾ അനുഭവത്തിലുള്ളവർ ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ വിശാഖ നക്ഷത്രക്കാർക്കും 2026 നല്ലൊരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.